80 വയസ്സിലേക്ക് കടക്കുന്ന കവി ഗൗതമൻ തുറവൂരിനെ ആദരിച്ചു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തുറവൂർ പൗരാവലിയും ചേർന്നാണ് അദ്ദേഹത്തിന് ആദരവ് നൽകിയത്. 80 വയസ്സിലേക്ക് കടക്കുന്ന കവി ഗൗതമൻ തുറവൂരിനെ തുറവൂർ പൗരാവലിയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്നാണ് ആദരിച്ചത്. തുറവൂർ വളമംഗലം മന്നത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കൂത്താട്ടുകുളം വിജയകുമാർ നിർവഹിച്ചു. കവിയും ഗാനരചയിതാവുമായ പൂച്ചാക്കൽ ഷാഹുൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ പ്രദേശത്ത് ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം 2021 റിട്ടയർ ചെയ്ത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പത്രപ്രവർത്തന മേഖലയിൽ തന്നെ സജീവമാകുകയും ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഗൗതമൻ സാറിന്റെ ആ സാന്നിധ്യവും ആ പുഞ്ചിരിയും ആ വർത്തമാനങ്ങളുമൊക്കെ പഴയ TD സ്കൂളിന്റെ ആ മുറികളിൽ ഒപ്പം ചേർന്നിരുന്ന് കേൾക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്, ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, വെറും വർത്തമാനങ്ങൾ, ഭാഷണം എന്നൊക്കെ പറയുന്നത് അത് സംഗീതമാകുമ്പോൾ, കവിതയാകുമ്പോൾ, അത് പാട്ടിന്റെ അക്ഷരങ്ങളായി ശക്തി പ്രാപിക്കുമ്പോൾ, അവിടെ ഈണവും താളവും ഒത്തുചേർന്ന് ചങ്കോട് ചേർക്കുമ്പോൾ, ഒപ്പം ചേർന്ന് ഒഴുകുമ്പോൾ, അവിടെ ആസ്വാദകരായി നിൽക്കാനും ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനും മാതൃക സ്വീകരിക്കാനും ഒക്കെ ഇന്ന് ഈ പ്രദേശത്തെ പട്ടികയിൽ, പ്രാധാന്യമുള്ള പട്ടികയിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ഗൗതമൻ സാറ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിപരമല്ല. നാടകകൃത്ത് സംവിധായകൻ സുന്ദരൻ കല്ലായി മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധർമിണി ബാബുരാജ്, തുറവൂർ കലാരംഗം പ്രസിഡന്റ് H ജയകുമാർ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. കാർത്യായനി ഗൗതമൻ കുടുംബോപഹാര സമർപ്പണവും നടത്തി. 4-ാം വാർഡ് പഞ്ചായത്ത് അംഗം അഭിലാഷ് P, സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ്, ചേർത്തല അക്ഷരജാല സെക്രട്ടറി PS സുഗന്ധപ്പൻ, വെട്ടയ്ക്കൽ മജീദ്, MD വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു.